അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഞാൻ എൻ്റെ ഉമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്, ഉമ്മയുടെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും അവരുടെ മക്കളും ഒക്കെ കൂട്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാമിലിയിൽ മിക്ക പേരെയും ഞാൻ കാണിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ കേട്ടോ. ഞാനിപ്പോൾ യൂട്യൂബൊക്കെ തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ എല്ലാവരും എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നൊരകലം മാറി നടക്കും ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ട്. വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ കസിനാണ് ഇത്, ഉമ്മയുടെ സിസ്റ്ററുടെ മോളാണ്. അപ്പോൾ ഇവള് ഒരുങ്ങൊക്കെ ചെയ്യുകയാണ് ഇരുന്നിട്ട്. പിന്നെ ഞാനും ഇവളും ഇവളുടെ, അതായത് എൻ്റെ ചാച്ചി ഉമ്മയുടെ സിസ്റ്ററും മക്കളും മാത്രമേ ഇപ്പോൾ ഉള്ളൂ. എൻ്റെ ഉമ്മയും അതുപോലെ തന്നെ എൻ്റെ ഉണ്ണിയൊക്കെ വരാനാവുന്നേ ഉള്ളൂ. അവർ കുറച്ച് ലേറ്റ് ആകും വരാനെന്നാണ് പറഞ്ഞത്. ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. പിന്നെ നമ്മുടെ ചെക്കൻ ഇപ്പം നല്ല കുറുമ്പാണ് കേട്ടോ. അതിന് ഇപ്പം ഏത് നേരം നോക്കിയാലും എല്ലാവരെയും അടിക്കുക, പിച്ചുക, മാന്തുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇത് അവൻ്റെ മൂത്ത ആളാണ്, ഏറ്റവും രണ്ടാമത്തെ ആളാണ്, ഇവനെക്കാട്ടിയും കുറച്ച് മൂത്ത ആൾ. പിന്നെ മാമാമാരൊക്കെ വന്നു. ഇതാണ് മാമ, അതുപോലെ തന്നെ ഇത് ആളുടെ വൈഫാണ്. മക്കളും കാര്യങ്ങളും വന്നിട്ടില്ല. ഇതാണ് എൻ്റെ ഉമ്മയുടെ രണ്ടാമത്തെ ബ്രദറാണ് ഈ ഇരിക്കുന്ന ആൾ. അപ്പോൾ ആൾ പറയുകയാണ് അത് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് എന്നൊക്കെ അറിയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ താടിയൊക്കെ വടിച്ച് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്ത് താടിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വന്നിരുന്നു എന്നൊക്കെ പറയുകയാണ് എൻ്റെ അടുത്ത്. പിന്നെ ആൾ പറയുകയാണ് മൂന്നാമത്തെ ആങ്ങളെന്ന് പറയേണ്ട താഴെന്നൊക്കെ പറഞ്ഞു എന്ന് പറയുകയാണ്. പിന്നെ ഞാൻ നിച്ചൊക്കെ കൂടെ നൈസിനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേനും ഇവിടെ ഒരാൾ അവൻ്റെ ഉമ്മയുടെ നമ്മുടെ ഫോണിൻ്റെ ഈ കേസ് ഉണ്ടല്ലോ അതൊക്കെ ഒരു വാഷ് ബേസിനിലിട്ടു. പിന്നെ ഇപ്പോൾ ആൾ കുളിക്കാൻ വേണ്ടി പോകാനൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഇവനൊന്ന് കുളിപ്പിച്ചെടുക്കണം. ഇനി ആളെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിപ്പിച്ച് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് കുളിപ്പിക്കാനെടുക്കാനൊക്കെ. അപ്പോൾ ആൾക്ക് ഇപ്പോൾ ബാത്റൂമിലൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ തുറന്നിട്ടാൽ മാത്രമേ ആൾ കുളിക്കാനൊക്കെ നിൽക്കുള്ളൂ. അപ്പോൾ ഇനി അവനൊക്കെ ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കിയിട്ട് വരാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവനൊരു ഹായ് ഒക്കെ കൊടുക്ക് ക്യാമറയിൽ നോക്കിയിട്ടെന്നൊക്കെ പറയുമ്പോൾ കഷ്ടിച്ചൊരു ഹായ് ആണ് ഇപ്പോൾ തന്നത്. അത് കഴിഞ്ഞിട്ട് യക്ഷി പിന്നെ ഒന്നും മിണ്ടുന്ന് കാണാനില്ല. അപ്പോൾ ഞാൻ പിന്നെ നേരെ ആളെ കുളിപ്പിച്ചിട്ട് പിന്നെ ഞങ്ങൾ റൂമിലോട്ട് വന്നു. ഇനിയിപ്പോൾ അവന് ഡ്രസ്സൊക്കെ മാറി കൊടുക്കണം. നമ്മളിവിടെ ഉമ്മയുടെ വീട്ടിലൊക്കെ വല്ലപ്പോഴാണ് വരിക. ഇപ്പോൾ മന്ത്ലി ഒരു 2 മന്ത് 3 മന്തൊക്കെ കൂടുമ്പോഴാണ് ഇതുപോലെ എല്ലാവരും ആയിട്ടിട്ടുണ്ടാവുക. അല്ലാത്ത സമയത്തൊക്കെ ജസ്റ്റ് ഒന്ന് വന്ന് പോവും. പക്ഷെ എല്ലാവരും ഉള്ളതെന്ന് പറയണത് നമ്മൾ റെയറായ ടൈമിൽ മാത്രമേ എല്ലാവരും കൂടെ കൂടുള്ളൂ. ഇന്ന് എല്ലാവരും ഇല്ല, പക്ഷെ ഞാനുണ്ട്, എൻ്റെ ഉമ്മ ഉണ്ട്, അതുപോലെ ഉമ്മയുടെ സിസ്റ്റർ മക്കൾ അവരൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ മറ്റേ മാമ വന്നിട്ട് ആൾ പോയി, ആളും ആളുടെ വൈഫും പോയി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവനിപ്പോൾ ഭയങ്കര കുറുമ്പാണ്. ഇപ്പോൾ എന്ത് കണ്ടാലും അവൻ്റെ കയ്യിൽ വേണം, അവനക്ക് കളിക്കാൻ കിട്ടണം. അതുപോലെ തന്നെ എല്ലാവരെയും ഓടി നടന്ന് പിച്ചും മാന്തും. വെറുതെ ഇരിക്കുന്നവരൊക്കെ വന്ന് നല്ലപോലെ പിച്ചും. ഇപ്പോൾ അവൻ്റെ നെഗമൊക്കെ നല്ലപോലെ വളർന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പിച്ചുമ്പോഴൊക്കെ നല്ല വേദനയാണ്. എന്തെങ്കിലും ഒരു സാധനം എടുത്ത് കൊടുത്തില്ല, എന്താ നമ്മളിപ്പോൾ കൊടുക്കാണ്ടിരിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്നൊക്കെ ഒരു ടൈപ്പ് സ്വഭാവമായിട്ടുണ്ട്. ഇപ്പോൾ ആൾക്ക് 2 വയസ്സായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതാണത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവിടെ വിരുന്നുകാരായിട്ട് 2-3 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പോയപ്പോൾ നമുക്കറിയില്ല ഡീറ്റെയിൽ ആയിട്ട്, പക്ഷെ അവർ വന്ന സമയത്ത് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, സ്നാക്കൊക്കെ. അതിൽ നല്ല സ്നാക്കൊക്കെ ഉമ്മ എടുത്ത് കൊണ്ടുപോയി വെച്ചു. അധികം കുറേ ഇരുന്നിങ്ങനെ തിന്നിട്ട് ഫുഡ് കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് മറ്റാൾ അവിടെ നിന്ന് ഓടി വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അവനോട് പറയാം, നീ എവിടെ നിന്ന്, നിന്നെപ്പോൾ ആരെ വിളിച്ചിങ്ങോട്ട്, നിന്നോട് ആരെ വരാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അതൊന്നും ആൾക്കൊരു മൈൻഡില്ല. ആൾ കയറിയിരുന്നു. അപ്പോഴത്തേനും ഉമ്മ സ്നാക്കൊക്കെ എടുത്ത് മാറ്റിയത് കൊണ്ടുപോയി. ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കളിയൊക്കെ ആയിരുന്നു. അപ്പോഴത്തെ അവളെ കയ്യിലൊരെണ്ണം ഞാൻ ചമ്മി പോയി ഗൈസ്. അപ്പോൾ ഇത് മുൻകൂട്ടി കണ്ടിട്ട് അവൾ കയ്യിലൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ സാധനം ഇഷ്ടമല്ല, ഈ വെട്ടേക്ക് എന്ന് പറഞ്ഞിട്ടാ. പിന്നെ അതൊക്കെ ഉണ്ടാവും വന്നപ്പോഴത്തേക്കും പ്ലേറ്റും വലിയമ്മക്ക് ഈ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രഷ്യസ് ആയിട്ട് കൊണ്ടുനടക്കുന്ന സാധനം കേട്ടോ. അവന് പിന്നെ ഞാൻ ഈ മീൻ വറുക്കാൻ വേണ്ടി നിന്ന്. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് നമ്മൾ. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളായിട്ട് ഫുഡൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക. ഉമ്മച്ചിയോ അല്ലെങ്കിൽ ചാച്ചിയോ ഞങ്ങളൊക്കെ ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ കാണുന്നതുണ്ടല്ലോ, ഇത് ഉമ്മമ്മ ഇട്ട് വയ്ക്കുന്ന ഉപ്പിലിട്ട ഐറ്റംസ്, അതുപോലെ തന്നെ അച്ചാർ, ഇതിൻ്റെയൊക്കെ ഒരു കളക്ഷൻ തന്നെയാണ് കേട്ടോ ഇവിടെ. ഞങ്ങളിവിടെ പേരക്കുട്ടികളും മക്കളൊക്കെ ആയി വന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ആദ്യം നമുക്ക് കൊണ്ടുപോകാനായിട്ട് തരിക പല ടൈപ്പ് അച്ചാർ, ഉപ്പിലിട്ടത്, ഇതൊക്കെയാണ് തരിക.
ആള് ഓറഞ്ചിൻ്റെ തൊലി വരെ ആള് വെറുതെ വിടില്ല, അച്ചാറുണ്ടാക്കും. അപ്പം നൈസിന് നമുക്ക് ഈ പറഞ്ഞ നെല്ലിക്ക ഉപ്പിലിട്ടത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതൊക്കെ ആൾ ഭയങ്കര സേഫായിട്ട് സൂക്ഷിച്ചിട്ട് വെക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ഒന്നും കേടായി പോവാണ്ട് അതിൻ്റേതായ നീറ്റായിട്ട് തന്നെ ആളിടാൻ ഒക്കെ ചെയ്യും. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. മീൻകറിയും അതുപോലെ ഉപ്പേരി, പപ്പടം, അച്ചാർ, പല ടൈപ്പ് അച്ചാർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി പോയായിരുന്നു. ഈ ചെമ്മീൻ അച്ചാറുണ്ടല്ലോ, അത് നല്ലപോലെ ഇടും ഉമ്മമ്മ കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും കൂടെ ഇരുന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. പിന്നെ നമ്മൾ കിടക്കാനൊക്കെ നോക്കി. നമ്മളെല്ലാവരും ഉള്ള ടൈമിൽ നമ്മൾ നിലത്താണ് കിടക്കുക. എല്ലാവരും കൂടെ ഉള്ളപ്പോൾ നമുക്ക് നിലത്തൊക്കെ കിടന്നിട്ട് സംസാരിച്ചിട്ടൊക്കെ കിടക്കുന്നതായിട്ടാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഇനിയും ഇതുപോലെ ഫാമിലി വ്ളോഗ്സ് കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കാണാം. അപ്പോൾ അത്രയുള്ളൂ. ടാറ്റാ.